പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോഴാണ് ദൈവം നമ്മളേക്ക് പ്രവർത്തിക്കുന്നത്. വചനം അയച്ചുകൊണ്ടാണ് നമുക്ക് സൗഖ്യം തരുന്നത്. അപ്പോൾ വചനം കേൾക്കാനുള്ള ഒരു അവസരം ലഭിച്ചാൽ അതങ്ങോട്ട് സ്വീകരിച്ച് വാങ്ങിച്ചോളണം. ഈ അരമണിക്കൂർ നമ്മളെ വേറെ കാര്യം ചെയ്ത് നമ്മൾ ഒന്നും ലാഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ വചനം കേൾക്കുന്ന സമയത്താണ് ദൈവം നമ്മളെ തൊടുക. ദൈവം വചനമായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ചിലപ്പം മടുക്കും. എന്താ ഇത്? നിങ്ങൾ വചനത്തെ മാത്രം ശ്രദ്ധിക്കുക. അത് ദൈവം നമ്മളെ സ്പർശിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സന്തോഷമായിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ എൻ്റെ സ്റ്റേറ്റസ് എന്താണ്? സ്റ്റേറ്റ് എന്താണ്? ഞാൻ സന്തോഷത്തിലാണ് അല്ല സങ്കടത്തിലാണ്? എന്തെങ്കിലും കാര്യം നമ്മളെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അകന്നുകൊണ്ടിരിക്കുക. ദൈവം എന്നെ തൊടാനുള്ള ഇല്ല, ദൈവം പ്രവൃത്തിയിലിരുന്ന് ഞാൻ അകന്നുകൊണ്ടിരിക്കുക. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ ഭയം വരും. വിശ്വാസത്തിനെതിരെ ഉള്ളതാണ് ഭയം. അപ്പോൾ ഭയം വന്നു കഴിഞ്ഞാൽ വിശ്വാസം പോവും. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മൾ അനുവദിച്ച് കൊടുക്കാത്ത ഞമ്മ തന്നെയാണ്. ദൈവത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അനുവദിച്ച് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭയം വരുമ്പോൾ എല്ലാം വചനത്തിൽ വിശ്വസിക്കണം, ഓർക്കണം, വാഗ്ദാനത്തിൽ ഓർക്കണം. ഉടമ്പടിയിലുള്ളവർ ഉടമ്പടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഉടമ്പടി വഴി നമുക്ക് കിട്ടുന്നത് വാഗ്ദാനങ്ങളാണ് നിറവേറുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളിലേക്ക് നിറവേറുക. വാഗ്ദാനം നമുക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ എബ്രിയ 4:2 വാഗ്ദാനത്തിൽ വിശ്വസിക്കണം, കാത്തിരിക്കണം. എബ്രിയ 5:16 അത് അബ്രഹാമിന് വാഗ്ദാനങ്ങൾ ലഭിച്ചതിൻ്റെ കാര്യം അബ്രഹാം കാത്തിരുന്നു. അപ്പോൾ വിശ്വാസം വേണം, കാത്തിരിപ്പും വേണം. പ്രൈസ് ദി ലോർഡ്. അത് കാത്തിരിക്കാത്തവരാണ് ഈ പേടിക്കുന്നത്, വിഷമിക്കുന്നത്, ഉത്കണ്ഠ, വേറെ ഏതെങ്കിലും മാർഗം നോക്കും. നമ്മളെ സ്വന്തം ബലത്തിൽ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പലവരിക്കും പിശാച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തെ കണ്ട് നമുക്ക് പേടിയുണ്ടാകും. ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ്, ജോലി ചെയ്യണ സ്ഥലത്ത് പേടിയാണ്, അയൽക്കാരെ കണ്ടാൽ പേടിയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുക, വീട്ടിൽ സ്വന്തം നമ്മളെ ബന്ധുക്കളെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്, ജോലി ചെയ്യാൻ പേടിയാണ്, പരീക്ഷ എഴുതാൻ പേടി. പ്രൈസ് ദി ലോർഡ്. അത് നിയമവർത്തനം 28:9-10 ദൈവ വാഗ്ദാനം പറയുകയാണ്. ഞാൻ പറയുന്നത് നീ ചെയ്താൽ, അതാണ് ഉടമ്പടി. അവൻ പറയുന്നത് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ചെയ്താൽ നീ എൻ്റെ സ്വന്തമാകും. ഉടമ്പടിയിൽ ദൈവം ചെയ്യുന്നത് സ്വന്തമാക്കിയ. അപ്പോൾ ലോകം നിന്നെ കണ്ട് പേടിക്കും. നീ ലോകത്തെ കണ്ട് പേടിക്കേണ്ട, ലോകം നിന്നെ കണ്ട് പേടിക്കും. പ്രൈസ് ദി ലോർഡ്. അത് നിന്നെ കാണുമ്പോൾ തന്നെ നിനക്ക് പിന്നെ പേടി ഉണ്ടാകില്ല. ലോകത്തിനാണ് നിന്നെ കാണുമ്പോൾ പേടി. പേടിയുള്ളവരെല്ലാം ആ ഒരു ബോധ്യം വേണം, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ഞാൻ അവൻ പറയുന്നത് ചെയ്യണം, ദൈവം പറയുന്നത് ചെയ്യണം. അത് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുമോ? അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ അത് ദൈവം തന്നെ സഹായിക്കണം, അതിന് കൃപ വേണം. അപ്പോൾ അത് നമുക്ക് ചെറിയ കാര്യം, ചെറിയ വിഷയം അതിലേക്ക് ധ്യാനിക്കാം. പിന്നെ പലവരിക്കുമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിച്ചില്ല. അപ്പോൾ പേടിയാവും, സങ്കടമായി. അപ്പോൾ തോന്നും ദൈവം ഉണ്ടായില്ല, ദൈവത്തെ കാണുന്നില്ലല്ലോ. ഇതെല്ലാം ഈശോ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കുരിശിൽ വെച്ച് ഈശോ ഒരു വാക്ക് പറയുന്നുണ്ട്, അപ്പാ പിതാവേ
അപ്പാ നീ എവിടെ പോയി, നിന്നെ കാണുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഇതുപോലത്തെ ഒരു അനുഭവം നമുക്ക് തരും. അനുഭവം എന്താ? ദൈവം കാണില്ല എന്ന് വെച്ചാൽ അടയാളങ്ങൾ കാണാതെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചില സമയത്ത് നമുക്കങ്ങനെ തോന്നും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഒരു അടയാളമില്ല, എല്ലാം പ്രതികൂലമായിട്ടാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം കാണില്ല, ദൈവം മറഞ്ഞു നിൽക്കും. ദൈവം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളെ കണ്ണിൽ കാണാത്ത അനുഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഈശോ എന്താ ചെയ്ത? കുരിശിൽ വെച്ച് എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് ഞാൻ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെയ്യേണ്ടത്, ദൈവം നമുക്ക് കണ്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം ലഭിച്ചില്ല, നമ്മൾ എന്താണ് ആഗ്രഹിച്ചതോ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല, ദൈവത്തെ കണ്ടില്ല, അനുഭവം കിട്ടിയില്ലെങ്കിൽ ദൈവത്തെ കണ്ടില്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ചെയ്യേണ്ടത് സമർപ്പിക്കുക. ഞാൻ എന്നെ തന്നെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമർപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം ചെയ്യേണ്ടത് മുട്ടിപ്പേ നിന്നോളണം. ചില കാര്യങ്ങൾ വലിയ ദുരിതമാണ്, ഉത്കണ്ഠയാണ്, പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവ് ലഭിച്ചില്ല, വിഷയം അങ്ങനെ തന്നെ ഉണ്ട്, ഇനിയും വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പ്രതികൂലമായിട്ട് പോവുകയാണ്. അപ്പം മുട്ടിപ്പേ നിൽക്കണം. മുട്ടിപ്പേ നിന്ന് കഴിഞ്ഞാൽ ദൈവം എവിടെയും പോവില്ല, ദൈവം അവിടെ തന്നെ ഉണ്ട്. മുട്ടിപ്പേ നിൽക്കണം, അത് ആരാധനയാണ്. മുട്ടിപ്പേ നിന്നിട്ട് ദൈവത്തിൻ്റെ കാലിക്കേറി പിടിക്കണം. കാലിക്കേറി പിടിക്കുന്ന കാര്യമാണ്, ഞാൻ നിന്നെ വിടില്ല എന്നെ അനുഗ്രഹിക്കാതെ. അത് യാക്കോബ് ഉൽപ്പത്തി 32 നമ്മൾ കാണുമ്പോഴത്തേക്കും 32:26 നോക്കുമ്പോഴത്തേക്ക് യാക്കോബ് മൽപ്പിടുത്തം പിടിക്കും ദൈവമായിട്ട്. മൽപ്പിടുത്തം എന്ന് വെച്ചാൽ അത് പ്രാർത്ഥനയാണ്. നമ്മൾ മൽപ്പിടുത്തം പിടിക്കാറുണ്ട്. ദൈവമേ എനിക്കിത് കിട്ടിയേ പറ്റൂ, ഇത് നടന്നേ പറ്റൂ, ഇത് ഞാൻ വിടില്ല, എനിക്കിത് വേണം. അപ്പോൾ അത് മുട്ടിപ്പേ നിൽക്കുന്നത് തന്നെ ആരാധനയാണ്. ദൈവത്തിന് പോകാൻ സാധിക്കില്ല. അപ്പോൾ യാക്കോബിനോട് ദൈവം പറയുന്നുണ്ട്, എന്നെ വിട്, ഞാൻ ഒന്ന് പോട്ടെ. അപ്പോൾ യാക്കോബ് പറയാ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല, മുട്ടിപ്പേ നിന്നോളണം. മുട്ടിപ്പേ നിൽക്കുക. ദൈവത്തെ കണ്ടില്ലെങ്കിൽ ഒറ്റ ടെക്നിക്ക, ഞാൻ സമർപ്പിക്കുക അങ്ങോട്ട്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. സമർപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കരുത്, ആ വിഷയത്തെക്കുറിച്ച് സങ്കടപ്പെടരുത്. ഞാൻ അങ്ങോട്ട് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, നീ വാഗ്ദാനം തന്നിരിക്കുക, നീ എൻ്റെ കൂടെ ഉണ്ടാവും, ഒന്നിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്, ഞാനങ്ങോട്ട് സമർപ്പിച്ചത്രേ ഉള്ളൂ. വിഷയം സമർപ്പിച്ച് എന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുക. ഇനി ഞാനില്ല, എന്നിൽ ജീവിക്കുന്ന നീയാണ്. ഗലാത്യർ 2:20 ഇതാ പറയണേ, ഇനി ജീവിക്കുന്ന ഞാനില്ല, എന്നിൽ നീയാ ജീവിക്കുന്നത്, ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് ആക്കിയിരിക്കുക, സമർപ്പിച്ചിരിക്കുക. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് സങ്കടപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നന്ദി മാത്രം പറയുക. എന്നിട്ട് കാല് പിടിക്കാൻ പറ്റണം. ദൈവത്തെ വിടരുത്. കാല് പിടിക്കുന്നത് എങ്ങനെയാണ്? കാല് പിടിക്കുന്നത് ഈശോ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഗത്സമേനിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും, കാൽവരിയിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തോട് പറയണം, ദൈവമേ നീ എൻ്റെ ഇഷ്ടം നിറവേറ്റിയില്ല, ഞാൻ നിന്നെ വിടില്ല, നിൻ്റെ ഇഷ്ടം നിറവേറ്റിച്ചിട്ട് നീ പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സാധിക്കില്ല, പോകാൻ സാധിക്കില്ല, നമ്മളെ വിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല, പിടിച്ചേക്കണം കാലിലേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. അത് ആരാധന എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഇഷ്ടത്തിന്, ഈ ലോകത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളുടെ ഇഷ്ടം, അതിന് ഒരു വാല്യൂ വയ്ക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മളുടെ ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കുന്നതിൻ്റെ പേരാണ് വിഗ്രഹ ആരാധന. ഈ ലോകത്തിൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ആഗ്രഹം, അതിനെല്ലാം പറയുന്നത് വിഗ്രഹ ആരാധനയാണ്. അത് മാറ്റി ദൈവത്തെ ആരാധിക്കണം. ദൈവമേ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ, അതിന് വില കൽപ്പിക്കുമ്പോൾ, അതാണ് ആരാധന. ഈ ലോകത്തിൻ്റെയും നമ്മളുടെ ഇഷ്ടത്തിനെ എല്ലാം മാറ്റി വെച്ചോണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്ന് പറയുന്നതാണ് ദൈവ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം
കാര്യം എന്താണെന്ന് വെച്ചാൽ ജെറമ്യ 29:11 പറയുന്നത്, എൻ്റെ ഇഷ്ടം നിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. നീ ആലോചിച്ച് നോക്കാത്ത അത്രയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിന്നെ ആശത്തിനായിരിക്കില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് അറിയ പോലുമില്ല. ഇതൊക്കെ ഇപ്പം നമുക്ക് കണ്ണിൽ തോന്നും, ഇതൊക്കെ ഇപ്പം അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ നന്മയ്ക്കാണ്ട് എൻ്റെ ഉയർച്ചയ്ക്കാണ്. പക്ഷെ അതിലൊന്നും നമുക്കറിയില്ല, അത് നാശത്തിനാണെന്ന് ഒന്നും നമുക്കറിയില്ല. പലപ്പോഴും നമുക്ക് അനുഗ്രഹമാണെന്ന് തോന്നിയിട്ടുള്ളതൊക്കെ പിന്നെ നമുക്കത് ശാപമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തിനാ ഇത്, തെറ്റായിപ്പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയിലുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഈ നിയോഗം എഴുതുമ്പോഴും ദൈവത്തോട്, അമ്മയോട് മനസ്സുകൊണ്ട് പറയണം, അമ്മ എൻ്റെ ആഗ്രഹമാണ് ഇതെല്ലാം, ഞാൻ ഈ 6 നിയോഗം എഴുതി വെച്ചതെല്ലാം എൻ്റെ ആഗ്രഹമാണമ്മ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ തരാവൂ കേട്ടോ, ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് എനിക്ക് തന്നേക്കരുത്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയില്ലല്ലോ, ഞാൻ ചോദിച്ചേക്ക്, എന്നെക്കാളും നിനക്കല്ലേ അറിയാവൂ ഞാൻ ചോദിച്ച വിഷയങ്ങൾ. ഒരു കാലത്ത് എനിക്ക് തരരുത്, നിനക്കിഷ്ടമില്ലെങ്കിൽ, നിൻ്റെ മകന് ഇഷ്ടമില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും എനിക്ക് തരരുത്, എനിക്ക് ഒരു പരാതിയുമില്ല. പക്ഷെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് തന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നെ. പിന്നെ നമ്മൾ ചോദിച്ച 5 കാര്യമോ 6 കാര്യമോ ഉണ്ടെങ്കിലോ, അമ്മയ്ക്ക് ഇത് നമ്മൾ തെറ്റാണ് ചോദിച്ചത്, അങ്ങനെ പറയുമ്പോൾ തെറ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, നമ്മൾ ചോദിക്കാത്തത് ഒളിഞ്ഞ് കിടപ്പുണ്ട്, നമുക്ക് നന്മയ്ക്കുള്ളത് അമ്മ എടുത്തത് തരും. പ്രൈസ് ദി ലോർഡ്. അത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്മ അതങ്ങോട്ട് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിയാണ് അങ്ങോട്ട് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലേ ആരാധനയെന്ന്. അപ്പോൾ ഈ ആരാധിക്കണമെങ്കിലും ദൈവത്തോട് ചോദിക്കണം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ദൈവത്തിലിരുന്ന് അകന്നു പോയാൽ ഇല്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഉടമ്പടിയിലുള്ള മക്കൾ ആദ്യം ഉടമ്പടി രൂപപ്പെട്ടത് തന്നെ അനുതാപം വഴിയാണ് രൂപപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നീ അനുദപിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനുദപിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കണം. നമ്മൾ പിശാച് ചെയ്യുന്ന പരിപാടി എന്താ, നമ്മൾ കാലത്തേക്ക് നമ്മൾ നല്ല വിശ്വാസത്തിലും പ്രാർത്ഥനയും നല്ല സന്തോഷത്തിലായിരിക്കും. വൈകുന്നേരം അറിയുമ്പോഴത്തേക്കും ആ സന്തോഷമൊക്കെ എവിടെ പോയി എന്നറിയില്ല, വിശ്വാസവും അറിയില്ല, പ്രാർത്ഥിക്കാൻ തോന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പിശാച് ചെയ്യുന്നത് നമ്മളെ വാക്കാലും നമ്മൾ ചിന്തയാലും നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളറിയാതെ കുറേ പാവങ്ങളെ നമ്മളെ കുരുക്കിയിടും. യോഹന്നാൻ 8:34 പറയണം, നീ ഒരു പ്രാവശ്യം പാവം ചെയ്താൽ പാവത്തിൻ്റെ അടിമയാണ്, പാവത്തിൻ്റെ അടിമയാണ്, അടിമയാക്കി കളയും. അടിമത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ കാര്യമെന്ന് വെച്ചാൽ, നിനക്ക് അധികാരം ലഭിക്കില്ല. നിൻ്റെ അധികാരങ്ങൾ നിൻ്റെ കൈ കെട്ടിയിടും. പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, അങ്ങോട്ട് ദൈവത്തിലേക്ക് പോകാൻ സാധിക്കില്ല, എപ്പോഴും സങ്കടമാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരാൾ ഒരു മുറിയിൽ നിങ്ങൾ ഇരിക്കുക, മുറി പൂട്ടാതെ പുറത്തിരുന്ന് പൂട്ടാതിരുന്നാൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും മുറിക്കകത്ത് ഇരിക്കാൻ സാധിക്കും. പക്ഷെ ഒരാൾ പുറത്തിരുന്ന് പൂട്ടിയിട്ട് നിങ്ങളെ മുറിയിൽ ഇരിക്കാൻ പറഞ്ഞാൽ 1 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. സങ്കടം വരും, ഭയം വരും, എല്ലാം കൂടി ഉത്കണ്ഠ എല്ലാം വരും. അതാണ് ഈ പാപം ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. അടിമയായി കഴിയുമ്പോൾ നമ്മളെ എപ്പോഴും ഭയം, സങ്കടം, ഉത്കണ്ഠ, ഒരു സന്തോഷം ഉണ്ടാകില്ല. നമ്മൾ എന്തിലോ അകപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിലിറക്കിയിരുന്ന് പുറത്തേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇന്നും ശ്രദ്ധിക്കണം, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ നമ്മുടെ ജീവിതത്തിൽ എഴുതി വയ്ക്കുക, അനുദപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുദപിക്കാൻ അറിയാവോ? എന്താ അനുതാപം? അനുതാപം എന്താ? അനുതാപം എന്ന് പറയണത് തിരിച്ചറിവാണ്. ഞാൻ പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ കൊള്ളൂല, ദൈവമേ എന്നെക്കൊണ്ട് ഞാൻ പാപിയാണ്, ഞാൻ നല്ലവനില്ല. പിശാച് നമ്മളെ മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുക. ഏതെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു, ഞാൻ ഇന്ന് കാലത്തെ 4 കൊന്തയോ ഇല്ലല്ലോ, 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചല്ലോ, ഞാൻ കൊള്ളാം കേട്ടോ, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവളാണ്, കമ്പയർ ചെയ്യും. പിശാച് എന്താ ചെയ്യിപ്പിക്കുകയെന്ന് വെച്ചാൽ, ഒറ്റുനോക്കിപ്പിക്കും മറ്റുള്ളവരെ. ആ പള്ളിയിലുള്ള അവർ
അവരോട് ചോദിക്കും, നീ ബൈബിൾ വായിച്ചാ? ഞാൻ 3 ദിവസമായിട്ട് ബൈബിൾ വായിച്ചില്ല. കൊള്ളാം, അവളെക്കാളും ഞാൻ കൊള്ളാം. ഇങ്ങനെയാണ് പിശാച് തോന്നിപ്പിച്ച് വയ്ക്കണം. അപ്പോൾ അതൊരു സന്തോഷം. അതിനേക്കാളും ഞാൻ ബെറ്ററാണ്, ഞാൻ കൊള്ളാം. നീ എത്ര കൊടുത്ത്? പള്ളിക്ക് എത്ര കൊടുത്ത്? ഞാൻ 500 കൊടുത്ത്. അപ്പോൾ മനസ്സിൽ തോന്നി ഞാൻ 5000 കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനാണ് മെച്ചം. പിന്നെ ആസ്പത്രിയിൽ എത്ര പൊതി ചോറ് കൊടുത്ത്? ഞാൻ 10-50 കൊടുത്ത്, ഇന്നലെയും കൊടുത്ത്, ഇന്നും കൊടുത്ത്. അപ്പോൾ ഞാനാണ് മെച്ചം. അപ്പോൾ എനിക്ക് ഒരു കുറവും ഉണ്ടാകില്ല. ഇതൊക്കെ അഹങ്കാരമാണ്. എന്ത് ചെയ്താലും നമ്മൾ ഒറ്റ നോക്കേണ്ടത് ആരോടാണ്? ഈശോയാണ് നോക്കേണ്ടത്. ഈശോയെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ്? 7 പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിട്ടുണ്ടാ? അതേപോലെ എന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാ? അനുഗ്രഹിച്ചിട്ടുണ്ടാന്ന് വെച്ചാൽ എന്താ? നിന്നെ പീഡിക്കുന്നവരെ കുറിച്ച് നീ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നവരെ എങ്ങനെയാണ് അനുഗ്രഹിക്കാൻ സാധിക്കുക? അനുഗ്രഹിക്കുന്ന എങ്ങനെയാണ്? അയാൾ പീഡിപ്പിച്ചിട്ട് പോയല്ലോ, അയാളെ പോയി എങ്ങനെയാണ് അനുഗ്രഹിക്കുക? അയാളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക ആരോടും. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ ഒരുത്തൻ നിന്നോട് കടം ചോദിക്കാൻ വന്ന്, നിൻ്റെ പക്കൽ 100 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ 50 രൂപ എടുത്ത് കൊടുക്കുക. അവൻ്റെ കയ്യിൽ കാശ് വെച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചാലും നീ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈശോ പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്നവർക്ക് കൊടുക്കുക, തിരിച്ച് ചോദിക്കല്ലേ. അപ്പം തിരിച്ച് ചോദിക്കാത്ത അത്രയും നീ കൊടുക്കുക. അവൻ കടം ചോദിച്ചാലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, നീ തിരിച്ചു തരണ്ട, ഇത് വെച്ചോ. അപ്പം ഈശോയോട് പറയണം, ഈശോയെ നീ അനുവദിക്കാതെ ഒരാളും എൻ്റെ അടുത്ത് വരരുത്. അത് പ്രാർത്ഥിക്കണം. നമുക്ക് അവിടെ വെച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കരുത്, ചോദ്യചിഹ്നമാണ്. ഇയാൾ സത്യമായിട്ട് ചോദിക്കുകയാണോ ഇല്ലേ? വെറുതെ വന്നിട്ട് അയാളെ കയ്യിൽ കാശും വെച്ച് വെറുതെ കിട്ടുന്നതല്ലേ? ഞങ്ങളൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലേ വന്ന് ചോദിച്ചാൽ കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ സഹായിക്കുന്നവരെ ഇല്ലെന്ന് പറയാമെന്ന്. അങ്ങനെയില്ല, ഇല്ലെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ ഈശോടത്ത് തന്നെ പറയണം, ഈശോയെ നീ അനുവദിക്കാതെ ഒരാളും എൻ്റെ അടുത്ത് വരരുത്. ഇനി അയാൾ വന്ന് അയാളെ പറ്റിക്കാനാണ് വാങ്ങിച്ചെങ്കിൽ നീ അനുവദിച്ചല്ലേ വന്ന് ഞാൻ കൊടുക്കും. നമ്മളെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുക്കുക. അത് പിന്നെ അത് ഓർത്ത് വേറെ ആരോട് പറഞ്ഞ് അത് ചെയ്യാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് പരസ്യൻ എന്താ ചെയ്തത്? പരസ്യരും ചുങ്കക്കാരനും കൂടി പ്രാർത്ഥിക്കാൻ പോയി. 2 പേരും പ്രാർത്ഥിച്ച്. അതിൽ അനുതാപം ആരുടെ ആയിരുന്നു? ചുങ്കക്കാരൻ്റെ ആയിരുന്നു അനുതാപം. പരസ്യൻ്റെ അനുതാപം, പരസ്യം പ്രാർത്ഥിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ ചെയ്ത എന്താ വെച്ച് അവൻ ഒറ്റുനോക്കിയത് ചുങ്കക്കാരനെ വെച്ചിട്ടാണ് ഒറ്റുനോക്കിയത്. അവനേക്കാളും ഞാൻ മെച്ചമാണ്, ഞാൻ ഉപവസിക്കേണ്ടത്, ഞാൻ ദാനധർമ്മം ചെയ്യേണ്ടത്, 10-1 ഞാൻ കൊടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞ അവൻ ഒന്നും കൊടുക്കില്ല, അവൻ ഒന്നും ചെയ്യില്ല, അവൻ പാപിയാണെന്ന് ആരെയാണ് അവൻ നോക്കിയത്? അവൻ ഒത്തുനോക്കിയത് ആരെയാ? ചുങ്കക്കാരനെയാണ്, ലോകത്തെയാണ് നോക്കിയത്. അത് അനുതാപമായില്ല. നമ്മളൊക്കെ അനുദപിക്കുന്നത് ഞാൻ പാപിയാണെന്നൊക്കെ പറയും, പക്ഷെ ഒത്തുനോക്കും മനസ്സിൻ്റെ അകത്ത് കിടക്കുക. കുഴപ്പമില്ല, ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ വലിയ കുഴപ്പക്കാരനൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കേണ്ടല്ലോ, പിന്നെ കുമ്പസാരിക്കേണ്ട, 2 ആഴ്ച കൂടുമ്പോൾ ദിവസം കുർബാനയ്ക്ക് പോകുന്നുണ്ട്, അങ്ങനെയില്ല. പക്ഷെ ചുങ്കക്കാരൻ്റെ അനുഭവം ഈ അനുതാപമായിരുന്നു. അവൻ ഒത്തുനോക്കിയത് ഈശോയിലേക്കാണ്. എനിക്ക് യോഗ്യതയില്ല. നിന്നെ ഒത്തുനോക്കിക്കഴിഞ്ഞാൽ ഈശോയെ, ദൈവമേ എനിക്ക് യോഗ്യതയില്ല നിൻ്റെ മുമ്പിൽ ഇരിക്കാൻ, എന്നോട് കരുണയായിരിക്കണേ. അപ്പം ഞാൻ പാപിയാണെന്നുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാകണം. അത് തന്നെയാണ് അനുതാപം. അത് നമ്മൾ പലപ്പോഴും ഒരു 4 വരി എഴുതി വെച്ചിട്ട് കുമ്പസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് അനുതാപം ഇല്ലാതെ കുമ്പസാരിക്കും. ഞാൻ പാപിയാണെന്നുള്ളൊരു ബോധ്യമാണ്. ഈശോയുടെ കുരിശ് അപ്പം കാണുമ്പോൾ, കുർബാനയ്ക്ക് വരുമ്പോൾ അപ്പം കാണുമ്പോൾ കണ്ണ് നിറയണം, ഹൃദയം ഭാരപ്പെടണം. ദൈവമേ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഇപ്പോഴും, എനിക്ക് വേണ്ടിയിട്ടാണ് നീ പരിഹാരമായത്, നീ കുരിശിൽ മരിച്ചത്, ഞാൻ ഇത്രയും പാപിയാണ്. അത് ഈശോനെ കമ്പയർ ചെയ്യണം. എനിക്കെന്ത് യോഗ്യതയുണ്ട് നീ എനിക്ക് വേണ്ടി മരിക്കാനും വേദന അനുഭവിക്കണം? അപ്പം ഞാനിന്ന് നുണ പറഞ്ഞു പോയി. എന്തോരം നുണയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് നുണ പറഞ്ഞു പോയി എന്നുള്ളൊരു ബോധ്യം വേണം. ഞമ്മ അത് ന്യായീകരിക്കും, ഞമ്മ പറഞ്ഞ കാര്യത്തിന് ന്യായീകരിക്കുക. ഞാൻ ആരോടാ പറഞ്ഞ, അവനോടത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല, അവൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ന്യായീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമില്ല. ഈശോ നമ്മളാരെങ്കിലും പൈസ പറ്റിച്ച് നമുക്ക് കാശ് തരാനുണ്ട്, കുറേ കാലമായിട്ട് ചോദിച്ചിട്ട് അവനൊരു 10,000 രൂപ നമുക്ക് തരാനുണ്ട്, അവൻ തന്നില്ല.
തന്നില്ല, എപ്പോൾ വാങ്ങിച്ചെന്നൊക്കെ ചോദ്യം ചോദിക്കും. ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ ബാഗ് താഴെ വീണ് അവൻ നോക്കാതെ പോയി. അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു 10,000 രൂപ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാധാരണ ഈ ലോകമാണെങ്കിൽ എന്ത് പറയും? അവൻ തരാനുള്ള കാശ് ദൈവം തന്നെ എനിക്ക് ഒപ്പിച്ച് തന്ന് ഞാൻ അങ്ങോട്ട് എടുത്ത് പോക്കറ്റ് വയ്ക്കാമെന്ന് ഇല്ലേ? അതില്ല ചെയ്യണ്ടേ. ഈശോ അങ്ങനെയല്ലല്ലോ, അവനായിട്ട് തരണ്ടേ. ഇത് അവനിക്ക് കളഞ്ഞു പോയതാ, നീ എടുക്കുമ്പോൾ അത് നീ കളവാ ചെയ്യുന്ന, കക്കയാ ചെയ്യണം. ഈശോ പറഞ്ഞിരിക്കുക, നീ അടുത്തവൻ്റെ മുതൽ കക്കരുത്, എടുക്കരുത്, ആശിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിന് എന്ത് ന്യായം ഉണ്ടാവും? അത് എനിക്ക് തരാനുള്ള കാശല്ലേ, അവൻ എന്നെ പറ്റിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ന്യായീകരിക്കാം. പക്ഷെ അത് ന്യായീകരണമാകില്ല. നീ അവനോട് കൊണ്ടുപോയി കൊടുക്കണം ആ പൈസ. അവനിക്ക് തോന്നണം. കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ ആലോചിക്കും, ഞാൻ ഇവനെ പറ്റിച്ചല്ലോ, 10,000 രൂപ പറ്റിച്ച്, എന്നിട്ടും നീ കൊടുത്തല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ ചോദിക്കും, നീ എങ്ങനെയാണ് എൻ്റെ കാശ് കൊണ്ട് തന്നത്? നിനക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നല്ലോ ഇത്. എൻ്റെ ഈശോ അത് എടുക്കാൻ അധികാരം എനിക്ക് തന്നിട്ടില്ല. അതിനെയാണ് നീ ലോകമെല്ലാം പോയി സുവിശേഷം അറിയിക്കുക, നീ സുവിശേഷമായിട്ട് ജീവിക്കുക. അതാണ് പറയണ്ടേ. അതിൽ ന്യായമില്ല. പക്ഷെ അതിലെന്താ, നിനക്ക് നഷ്ടം 10,000 ആണെങ്കിലും നീ ദൈവത്തിൻ്റെ സ്വന്തമാകും. നിയമാവർത്തനം 28:9-10 പറയുന്നത് എന്താ? നീ സ്വന്തമായി കഴിഞ്ഞാൽ, നീ എൻ്റെ വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ സ്വന്തമാകും. സ്വന്തമാകുമ്പോഴത്തേക്കും ഈ ലോകം നിന്നെ കണ്ട് പേടിക്കും, പിശാച് നിന്നെ കണ്ട് പേടിക്കും, നിൻ്റെ അടുത്ത് വരില്ല, നിനക്ക് പ്രലോഭനം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. പ്രലോഭനത്തിൽ നീ വീഴില്ല. പ്രലോഭനം വരാതെ നമുക്ക് സംരക്ഷണം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതാ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമുക്ക് എപ്പോഴും ഒരു അവസരം തരും. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന, എൻ്റെ മകള് എന്നെ വിട്ട് അകന്നു പോകരുത്. എപ്പോഴും ദൈവത്തിൻ്റെ വിളി നീ അനുദപിക്കുക. ഈശോ ആദ്യത്തെ വാക്ക് പറഞ്ഞ സമയം അടുത്ത് നിങ്ങൾ അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം അടുത്തിരിക്കുകയാണ്, നിങ്ങൾ അനുദപിക്കുക. ഈശോ ആദ്യം പറഞ്ഞ വാക്കതാണ്, മനുഷ്യരോട് ആദ്യം പറഞ്ഞ വാക്കതാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അവസരം തരും. ഈ ആദാമും അവ്വയും പഴയ നിയമത്തിൽ ഉൽപ്പത്തി 3:11 നോക്കുമ്പോഴത്തേക്കും അവർ ദൈവം പറഞ്ഞതിൻ്റെ എതിരെ ആ പഴം കഴിക്കും, ആ വർഷത്തിൻ്റെ പഴം കഴിക്കും. കഴിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് നിർത്തും കേട്ടോ, എനിക്ക് വലിയ നിർബന്ധമാണ് ഇത് നിങ്ങൾ കേൾക്കണമെന്ന്. ഞാനിത് കുറേ പ്രാർത്ഥിച്ച് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച മുമ്പേ എനിക്ക് ടെൻഷനാണ്. അവിടെ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ധ്യാനമുണ്ട്, അതിലൊന്നും എനിക്ക് ഇത്രയും ടെൻഷനില്ല. അപ്പോൾ ഇവിടെ പറയുമ്പോഴത്തേക്കും ഉള്ള വിശ്വാസം നിങ്ങൾക്ക് പോകരുത്, ദൈവത്തിന് പേർദോഷം വരരുതെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളത് കുറച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിരിക്കും. ഉടമ്പടി എടുത്ത് നമുക്ക് കിട്ടും ഉറപ്പായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിനറിയാം ഇവർ പാവം ചെയ്ത്, ആദം പാവം ചെയ്തെന്ന്, ആദമോ അവയും പാവം ചെയ്തെന്ന് ദൈവത്തിനറിയാം. അവർ പഴമെടുത്ത് കഴിച്ചെന്നറിയാം. പക്ഷെ ദൈവം അവിടെ നിന്നുകൊണ്ട് ചോദിക്കുക, ആദമോ അവയോടും ചോദിക്കുക, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങൾ നഗ്നനാണെന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കും. പിന്നെ ഇനിയൊരു വാക്കും ചോദിക്കാറുണ്ട്, നീ ആ മരത്തിൻ്റെ പഴമെടുത്ത് കഴിച്ചാന്ന്. ദൈവത്തിന് അറിയാമല്ലോ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് എന്തിനാ ചോദിക്കുന്നത്? അപ്പോൾ ദൈവം 3 ചോദ്യം ചോദിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്, ആദ്യം നീ എവിടെയാണെന്ന് ചോദിച്ച ഉടനെ ദൈവം ആഗ്രഹിക്കണേ, പിതാവേ ഞങ്ങൾ പാവം ചെയ്തു പോയി, നിനക്കെതിരെ പാവം ചെയ്തു പോയി, ആ മരത്തിൻ്റെ പഴം നീ കഴിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്ന് അവിടെ വെച്ച്. കുഴപ്പമില്ല മകനെ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അത്രയും പറയും. ഇവർ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും ദൈവത്തിന് ഭയങ്കര സങ്കടം. ഇവരൊന്ന് അനുദപിച്ചാൽ മതിയായിരുന്നല്ലോ, എൻ്റെ അടുത്തുണ്ടാവില്ല, അവരകന്നു പോയാണല്ലോ എന്ന് ദൈവത്തിന് സങ്കടം. ദൈവം രണ്ടോന്ന് ചോദിക്കുക, നീ ആ മരത്തിൻ്റെ പഴമെടുത്ത് കഴിച്ചാൽ? അപ്പോഴും ദൈവം ആഗ്രഹിക്കുക, ഇവൊന്ന് അനുദപിക്കട്ടെ, അവൻ്റെ കുറ്റം സമ്മതിക്കട്ടെ. അതേ ദൈവമേ, ഞാൻ പഴം കഴിച്ചു പോയി, നിനക്കെതിരെ ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അവിടെ പ്രശ്നം തീരും. ദൈവം പിടിച്ച് കൂടെ നിർത്തും. പക്ഷെ അവർ പറഞ്ഞത്, ഞാനില്ല, എൻ്റെ നീ ദൈവത്തെ അവർ കുറ്റപ്പെടുത്തുന്നത്, സ്ത്രീയെയല്ല കുറ്റപ്പെടുത്തിയത്. ആദം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൈവത്തെ തന്നെയാണ് കുറ്റപ്പെടുത്താൻ. നീ തന്നുകൊണ്ടാണ്, ഈ സ്ത്രീയെ തന്നതുകൊണ്ടല്ലേ അവൾ എന്നെ കൊണ്ട് പഴം തീറ്റിച്ചതെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്കിലും ആ സ്ത്രീയെങ്കിലും ഒന്ന് അനുദപിച്ചാൽ മതിയായിരുന്നു. അവളോട് ചോദിക്കും, ആണോ എന്ന് ചോദിക്കും. എന്താ ദൈവത്തിന് അറിയില്ല ഇതൊക്കെ? അപ്പോൾ അവളും
അവിടെ കുറ്റം സമ്മതിച്ചാൽ മതിയായിരുന്നു. അതെ ദൈവമേ എനിക്ക് പറ്റിപ്പോയി, പ്ലീസ് സോറി കേട്ടോ, ഞാൻ ബലഹീനതയിലുള്ളതല്ലേ, എനിക്ക് പറ്റിപ്പോയി. അപ്പോൾ അവൾ പറയണത് ഈ പാമ്പാണ് എന്നെക്കൊണ്ട് ജയിപ്പിച്ചത്, സർപ്പമാണ് ജയിപ്പിച്ചതെന്ന് പറഞ്ഞ് അവിടെയും അനുതാപമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവരെ കൊണ്ട് എന്താ അനുദപിക്കാൻ സാധിക്കാത്തതെന്നറിയാം. നമ്മളെ കൊണ്ടും പലവരിക്കും അനുദപിക്കാൻ സാധിക്കില്ല. നമ്മൾ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അനുദപിക്കാൻ സാധിക്കില്ല. അനുദപിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അതുകൊണ്ട് അവർ പാവത്തിൽ വലിച്ചെറിയപ്പെട്ടത്, അടിമയായത്, പിശാചിൻ്റെ അടിമയായത്, പാവത്തിൻ്റെ അടിമയായതിൻ്റെ കാരണം അവർ അനുദപിച്ചാൽ മതിയായിരുന്നു. അവർക്ക് അവസരം നൽകപ്പെട്ട്, പക്ഷെ അനുദപിച്ചില്ല. നമുക്ക് അവസരമുണ്ട്, ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുക, അനുദപിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് കേൾക്കുന്നില്ല. നമുക്ക് ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ നമുക്ക് കേൾക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? പ്രൈസ് ദി ലോർഡ്. അനുദപിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ അനുദപിക്കാൻ സാധിക്കൂ, കുറ്റം സമ്മതിക്കാൻ സാധിക്കൂ. എൻ്റെ മോൻ എൻ്റെ സമ്പാദ്യത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും അവനിക്ക് അടുത്ത ഭക്ഷണം ഞാൻ കൊടുക്കണം, കോളേജിൽ പോകാനോ സ്കൂളിൽ പോകാനോ കാശ് ഞാൻ കൊടുക്കണം, അവൻ എൻ്റെ വീട്ടിലാണ് താമസിക്കണം. എന്നെ ആശ്രയിച്ചാൽ നിൽക്കുന്നെങ്കിൽ അവനൊരു തെറ്റേടാ നീ ഇത് തെറ്റു ചെയ്തു പോയി എന്ന് പറയുമ്പോഴത്തേക്കും അവൻ സോറി പറയും. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ ആശ്രയിച്ചില്ലാതെ അവനിക്ക് എന്നെക്കാളും വലിയ ബംഗ്ലാവും വീടും കാറും കാശും ഉണ്ട്. അപ്പോൾ അവനിക്ക് എൻ്റെ ആവശ്യമില്ലെങ്കിൽ, എന്നെ ആശ്രയിച്ചില്ലായിരിക്കണമെങ്കിൽ, എടാ നീ കാണിച്ചത് ശരിയായില്ല കേട്ടോ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാലേ എൻ്റെ ഇതൊക്കെ ശരിയാണ്, അച്ഛൻ പഴയ കാലത്തല്ലേ അതൊക്കെ ശരിയാണ്. അവൻ്റെ മനസ്സിലെന്താ കിടക്കണ? അച്ഛനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതുപോലെ ദൈവത്തെ ആശ്രയിച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് അനുദപിക്കാൻ സാധിക്കില്ല. ഇവിടെ ആദമും അവയ്ക്കും സംഭവിച്ചത് എന്താ? ഇവർ ആശ്രയം വിട്ട് കളഞ്ഞായിരുന്നു. ദൈവം എന്നതിന് മുമ്പ് തന്നെ അവർ ആ പഴം എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും, ആ പഴം കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി അവർ നഗ്നരാണെന്ന് മനസ്സിലായി. അവർ പണ്ട് എന്ത് കാര്യവും ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്ത് വസ്ത്രം വേണമെന്ന്. ഇവരെന്ത് ചെയ്ത് അവിടെ അത്തി ഇലയെടുത്ത് വസ്ത്രമുണ്ടാക്കി അവരെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആശ്രയം അവിടെ വിട്ടുപോയി. ദൈവം എന്നതിന് മുമ്പ് തന്നെ ആശ്രയം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇലയെടുത്ത് ഇട്ടപ്പോഴത്തേക്കും തന്നെ ആശ്രയം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അനുദപിക്കാൻ സാധിച്ചില്ല. അവരവരുടെ സ്വന്തം ഫലത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. നമ്മൾ പലവരും ഇത് ഒരു ദൈവത്തെ ഒരു സൈഡായിട്ട് വയ്ക്കും, ഉടമ്പടി ഒരു സൈഡ് നടക്കട്ടെ. പലവരും പല സാക്ഷ്യവും നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, നടക്കട്ടെ. നടക്കാത്ത 6 കാര്യത്തിൽ 5 നടന്നല്ല 4 നടന്നു കഴിഞ്ഞാൽ ബാക്കി 2 ഞാൻ അതിന് പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ വെച്ചിട്ടുണ്ട്, വേറെ കാര്യം വെച്ചിട്ടുണ്ട്, അതുവഴി നമുക്ക് നോക്കാം. ഇവിടെ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇല്ലെങ്കിൽ ജർമ്മനി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് വെച്ചിട്ടുണ്ട്. അത് തെറ്റി. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രശ്നം എന്താണെന്നാ, ദൈവത്തിൻ്റെ ആശ്രയം വിട്ടുപോയി കഴിഞ്ഞാൽ, ദൈവത്തെ ആശ്രയിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം നമ്മുടെ ബലം കൊണ്ട് ശക്തി കൊണ്ട് നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെടും. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിപ്പോയി? ഈ അത്തി ഇല കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രം ഉണങ്ങി അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെയും ദൈവത്തെ തന്നെ ആശ്രയിച്ചിരിക്കേണ്ടി വരും. ദൈവം എന്താ ചെയ്തത്? അതെന്താ ചെയ്ത്? തോലെടുത്തിട്ട്, ആട്ടിൻ തോലെടുത്തിട്ട് അതിന് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അവസാനം. പ്രൈസ് ദി ലോർഡ്. അത് നിലനിൽക്കും. അപ്പം ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടാത്തതൊന്നും നമുക്ക് നിലനിൽക്കില്ല കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം. പലതും നമുക്ക് തോന്നും ഞാൻ നേടിയെടുത്ത്, എൻ്റെ ബലം കൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് നേടിയെടുത്ത്, എൻ്റെ ബുദ്ധി കൊണ്ട് നേടിയെടുത്തെന്ന് പറഞ്ഞതിലൊന്നും അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? അങ്ങനെ വല്ലതും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം സമർപ്പിക്കണം ദൈവത്തോട്. ദൈവമേ, ഇത് എനിക്ക് വേണ്ട, എന്നെക്കൊണ്ട് സാധിക്കില്ല, എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നീ തന്നെ ഏറ്റെടുക്കണം. പല കുടുംബത്തിലും നമുക്ക് അഹങ്കാരം ഉണ്ടാവും. ഞാൻ ചെറുപ്പം തൊട്ടേ അധ്വാനിച്ച്, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ അയൽക്കാരന് പോലും സാധിച്ചില്ല, എൻ്റെ കൂട്ടുകാരിക്ക് സാധിച്ചില്ല, ഇത്രയും വലിയ വീടുണ്ടാക്കി, ഇത്രയും സാമ്രാജ്യം ഉണ്ടാക്കി, ഇത്രയും ബിസിനസ് ഉണ്ടാക്കി, അതൊക്കെ അഹങ്കാരമാണ്. അത് ദൈവത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതില്ലാതെ എനിക്കൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആശ്രയിച്ച് നിന്നില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത് അബ്രാമിനെ ദൈവം വിളിച്ചായിരുന്നു. അബ്രാമിനെ ദൈവം വിളിച്ചായിരുന്നു. ഉൽപ്പത്തി 12:1 നീ നിൻ്റെ വീടും നിൻ്റെ പിതാവിനും നിൻ്റെ സ്വത്തെല്ലാം വിട്ടിട്ട് ഞാൻ വിളിക്കുന്ന നാട്ടിലേക്ക് വാ.
എവിടെ കാനാദേശത്തേക്ക് വരാൻ അബ്രാമിനെ വിളിക്കുന്നത്. അബ്രാം അതെല്ലാം അനുസരിക്കും. 2 കാര്യം അനുസരിക്കും, 1 അനുസരിക്കില്ല. എന്താ ചെയ്യുന്നത്? അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്ക് അബ്രാമിനെ അംഗീകരിക്കാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ, പ്രായമായി, എനിക്ക് മക്കളില്ല. അപ്പോൾ ലാസ്റ്റ് ഏതെങ്കിലും നിലയ്ക്ക് ദൈവം എന്നെ കൈവിട്ട വയസ്സായ കാലത്ത് പ്രായമായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നോക്കാനൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ട് ലോത്തിനെ കൊണ്ടുവരും, ചേട്ടൻ്റെ മകനെ കൂടി എടുത്തുകൊണ്ട് വരും. അവിടെ അനുസരണ ഇല്ലാതായി. ദൈവം പറഞ്ഞ എല്ലാത്തിനും വിട്ടിട്ട് വരാനാണ് പറയണം ഇസ്ലോൺ. അപ്പോൾ ആശ്രയം ഡിവൈഡായിപ്പോയി. അപ്പോൾ ഡിവൈഡായി പോയപ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റി? കാനാദേശത്തിൽ ദൈവം പാലും തേനും ഒഴുകുന്ന നാടാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതിൽ ക്ഷാമം ഉണ്ടാകും. ഹല്ലേലൂയ. ആശ്രയം മാറിക്കഴിഞ്ഞാൽ ക്ഷാമം ഉണ്ടാകും. നമ്മൾ ജീവിതത്തിൽ പലരുടെ ജീവിതത്തിലും എത്ര സമ്പാദിച്ചാലും, എന്ത് ജോലി ഉണ്ടെങ്കിലും, എന്ത് വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് ക്ഷാമം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം നീ പരിപൂർണമായിട്ട് ദൈവത്തെ ആശ്രയിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ക്ഷാമം. പിന്നെ ആ ദൂതപുത്രൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ദൂതപുത്രൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട്, പണമുണ്ടായിരുന്നു, പണമുള്ളത് വരെ എന്താ പറ്റിയത്? അവൻ ആരെ ആശ്രയിച്ചില്ല? പിതാവിനെ ആശ്രയിച്ചില്ല, ദൈവത്തെ ആശ്രയിച്ചില്ല. അപ്പോൾ ആ നാട്ടിൽ ക്ഷാമം ഉണ്ടാകും. ക്ഷാമം വന്ന് ദൈവത്തിൻ്റെ ആശ്രയം വിടുമ്പോഴത്തേക്ക് ക്ഷാമം ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ കയ്യിലിരുന്നതെല്ലാം പോയി. കയ്യിലിരുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ പിതാവിനെ ആശ്രയിച്ച്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു, എന്ത് നല്ല ഭക്ഷണം, എന്ത് നല്ല സൗഖ്യം എന്ന് പറഞ്ഞ് പിതാവിനെ ആശ്രയിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവനിക്ക് അനുതാപം വന്ന്, പിതാവേ, ദൈവമേ, ഞാൻ നിൻ്റെ മുമ്പിൽ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അനുദപിച്ചപ്പോൾ പിന്നെ ദൈവത്തിലേക്ക് അവൻ തിരിച്ച് പിതാവിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസും യൂദാസിനും സംഭവിച്ചതാ. പത്രോസിന് അനുദപിക്കാൻ സാധിച്ച്. 2 പേരും, പത്രോസാണ് കൂടുതൽ പാപം ചെയ്തത്, 3 പാവം പത്രോസ് ചെയ്തത്. പക്ഷെ പത്രോസിന് അനുദപിക്കാൻ സാധിച്ച്. യൂദാസ് ഒരു പാവമേ ചെയ്തുള്ളൂ, അനുദപിക്കാൻ സാധിച്ചില്ല. അത് കാര്യം എന്താ? ആശ്രയമില്ലായിരുന്നു. യൂദാസിൻ്റെ കയ്യിൽ പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നു. അത് ബൈബിളിലുണ്ട്. അവൻ്റെ ആവശ്യത്തിന് അവൻ അതിലിരുന്ന് കാശ് എടുക്കുമായിരുന്നു. അത് ചേർത്ത് വെക്കുന്ന എന്താ? നാളെ ഈശോ ആരെങ്കിലും കുരിശിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ, ഞാൻ എല്ലാം വിട്ടിട്ട് വന്നിരിക്കുകയല്ലേ, എനിക്ക് ജീവിക്കാൻ പണം വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അവൻ്റെ കയ്യിൽ വേറെ ആശ്രയം പണമായിരുന്നു. പണം ആശ്രയമായിരുന്നപ്പോൾ യൂദാസിന് അനുദപിക്കാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായ? നമുക്ക് അനുദപിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് ആശ്രയം ദൈവത്തിൽ ഇല്ലാതെ പോകുന്നതാണ്. പക്ഷെ പത്രോസിൻ്റെ കയ്യിൽ, പത്രോസ് 3:7 പറയുമ്പോഴത്തേക്കും, അപ്പോസ്തല പ്രവർത്തനം 3:7 പറയുമ്പോൾ പത്രോസിൻ്റെ കയ്യിൽ 25 പൈസയില്ല, നാളിനെ കാശില്ല. അപ്പോൾ അതാ പറയണത്, എൻ്റെ കയ്യിൽ കാശോ പണമോ ഇല്ല, എൻ്റെ കയ്യിൽ ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന്, അപ്പോൾ പത്രോസ് സൂക്ഷിച്ച് വെക്കില്ല ഒന്നും. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. പത്രോസിൻ്റെ വായിരുന്നു വന്നാൽ, എൻ്റെ കയ്യിൽ കാശോ പണമോ ഇല്ല, പക്ഷേ എനിക്ക് ഉള്ളത് ഒരാളുണ്ട്, ഈശോ ഉണ്ട്. അപ്പോൾ ഈശോയുടെ ആശ്രയം ഉണ്ടായി. അതുകൊണ്ട് അന്ന് പത്രോസിന് അനുദപിക്കാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ആശ്രയം വലിയൊരു വിഷയമാണ്. എങ്ങനെയാണ് ആശ്രയിക്കുക? ദൈവത്തെ എങ്ങനെയാണ് ആശ്രയിക്കുക? ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, ഡിപ്പെൻഡ് ചെയ്യണം, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം. ഏത് സാഹചര്യത്തിലും സീറാക്ക് പ്രഭാഷകൻ 2:3, ദൈവത്തെ വിട്ട് അകന്ന് പോകരുത്. എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. പ്രാർത്ഥന വിട്ടുപോകരുത്, കുർബാന വിട്ടുപോകരുത്, പ്രൈസ് ദി ലോർഡ്, ബൈബിൾ വായന വിട്ടുപോകരുത്. നമുക്കൊക്കെ സംഭവിക്കുന്ന ആദ്യം കുടുംബ പ്രാർത്ഥന വിട്ടുപോകരുത്. വീട്ടിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ, ഭാര്യയായിട്ട് വഴക്കുണ്ടായി, ഭർത്താവായിട്ട് വഴക്കുണ്ടായ അന്ന് മുടങ്ങും കുടുംബ പ്രാർത്ഥന. അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം, വേണമെങ്കിൽ ആ മനുഷ്യൻ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പ്രൈസ് ദി ലോർഡ് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. അതും പതുക്കെ പ്രാർത്ഥിക്കുക. അങ്ങേര് വരാൻ ലേറ്റായാൽ ഇവിടെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് പകുതി തീർക്കും, എന്നിട്ട് ഒരു നോട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ല, ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ഒരിക്കലും പിശാചിൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കണം. എന്ത് തന്നെ സംഭവിക്കട്ടെ, എന്ത് വഴക്കുണ്ടായിക്കോട്ടെ, എന്ത് തന്നെ. അപ്പോൾ ഒന്ന് എഴുതിയിൽ വെച്ച് കാണിക്കണം. ഒന്ന് നമുക്ക് കുടുംബ പ്രാർത്ഥന ചെയ്തിട്ട് പിന്നെ വഴക്ക് തുടരാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തോളണം. ബൈബിൾ വായന പഠിക്കണം. അതില്ലാതെ ചില പെണ്ണുങ്ങൾക്ക് സ്വഭാവമുണ്ട്, ബൈബിൾ വായിക്കുന്നത് ഭർത്താവായിട്ട് ദേഷ്യം തീർക്കുക, അങ്ങനെ നല്ല കിടന്നുറങ്ങുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് അങ്ങനെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് വലിച്ച്. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഒരാൾക്ക് ഒരു കാര്യം സമാധാനം എപ്പോഴും നിങ്ങൾ നോക്കണം. ദൈവമക്കൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, നിങ്ങൾ പഴയ ആളായിരിക്കരുത്. അപ്പോൾ സമാധാനം നഷ്ടപ്പെടുക, ആ പ്രവൃത്തി ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നോക്കണം, ബൈബിൾ വായന മുടങ്ങാതെ നോക്കണം, അത് വഴക്കില്ലാതെ നോക്കണം. അപ്പോൾ ചേർന്ന് നിൽക്കുക, അതാണ് ആശ്രയം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമുക്ക് ഈ അവസരം തന്നെയെന്ന് വെച്ചാൽ, അവസരം തന്നത് അനുദപിക്കാൻ വേണ്ടിയിട്ടാണ്. അനുദപിച്ച് നമ്മളെ എന്ത് പഠിപ്പിക്കാൻ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? അനുതാപം എന്താ? പാപം എന്താണ്? അനുസരണയില്ലായ്മയാണ് പാപം. ദൈവവചനം അനുസരിക്കാതെ നമ്മൾ എതിരെ പ്രവർത്തിക്കുന്നതാണ് പാപം. അപ്പോൾ അനുതാപം എന്താണ്? അനുതാപം ദൈവവചനം ഞാൻ അനുസരിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം അനുസരണ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിലേക്ക് ചില സഹനങ്ങൾ അയക്കും. 2 കൊരിന്ത്യർ 7:10. അപ്പോൾ ദൈവം അയക്കുന്ന സഹനം നമ്മളെ അനുതാപത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അയക്കുന്ന സഹനം നമ്മളെ അനുതാപത്തിനാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ അപ്പം മുട്ടിപ്പേർന്ന് അനുദപിക്കാൻ പഠിക്കണം. ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് വേറെ എല്ലാം ചെയ്യേണ്ടത്. ദൈവമേ, ഞാൻ ഈ പാവം ചെയ്തു. ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത കാര്യം വന്നാൽ അപ്പം മുട്ടിപ്പേർന്ന് അനുദപിക്കണം. മനസ്സ് തുറന്ന് അനുദപിച്ചിരിക്കണം. അപ്പം അനുദപിച്ച് കഴിഞ്ഞാൽ ഈ ദൈവം ചെയ്യുന്ന എന്താ? ഈ സഹനം വരുമ്പോൾ അനുദപിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ദൈവവചനം അനുസരിക്കാൻ സാധിക്കും. അത് വെറുതെയില്ല ഞാൻ പറയണം, വചനമുണ്ട്. ഹെബ്രിയ 5:8-9. ദൈവപുത്രനായിട്ട് പോലും സഹനം വഴിയാണ് പുത്രൻ അനുസരണ പഠിച്ചതെന്ന് പറയുക ഇതിൽ. പ്രൈസ് ദി ലോർഡ്. അനുസരണയ്ക്ക് വന്നത്, ഇതുവഴിയാണ് അനുസരണ ഉണ്ടായത്? സഹനം വഴിയാണ്. സഹനം വന്നപ്പോൾ അത് പുത്രനനുസരിച്ച് സഹനം വന്നപ്പോൾ വിട്ടുമാറിയില്ല. ഈ പാനപാത്രം എന്നിലിരുന്ന അകത്തിനെ എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തെന്നാ? പിതാവിനെ അനുസരണ പഠിച്ചതാ. അപ്പോൾ നമ്മ ചെയ്യുന്നത്, നമുക്കും വരുന്ന സഹനങ്ങൾ അനുസരണ പഠിക്കാനാണ്. അപ്പം പറയുന്നത് ചെയ്യാൻ പഠിക്കാനാണ് ഈ സഹനം തന്നെ. അപ്പോൾ സഹനം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അനുദപിക്കുക. അനുദപിച്ച് കഴിയുമ്പോൾ ഇതിൽ ഹെബ്രിയ 5:8-9 പറയുന്നത് എന്താണ്? ഇങ്ങനെ അനുസരണ പഠിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണതയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ഒരു പരിപൂർണതയാണ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണതയാണ് ഉടമ്പടി ജീവിതം. അവൻ പറയുന്നത് ചെയ്യുക, അനുസരണ പഠിക്കുന്നതാണ്. അത് ഹെബ്രിയ 5:8-9 അനുസരണ വഴിയാണ് ഈശോ പരിപൂർണതയിലേക്ക് എത്തിയത്. അപ്പോൾ പെർഫെക്റ്റ്. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തും. പൂർണ്ണത എന്താണ്? പൂർണ്ണത യോഹന്നാൻ 15:10. നീ എന്നെ അനുസരിക്കുമ്പോഴത്തേക്കും നീ എന്നിൽ സ്ഥിരീകരിക്കും, നിലനിൽക്കും, എൻ്റെ കൂടെ ആയിരിക്കും, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ യോഹന്നാൻ 15:7 എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ അവർ എന്ത് ആഗ്രഹിച്ച് ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു വഴിയാണ് എങ്ങനെ? അനുസരണ പഠിക്കണം. അനുസരണ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുസരണ പഠിക്കണമെങ്കിൽ ഹെബ്രിയ 5:8 സഹനത്തെ ഏറ്റെടുക്കണം, അതിൽ അനുദപിക്കണം.
അനുതാപമാണ് ദൈവത്തെ ആശ്രയിച്ച് നിന്നാൽ മാത്രമേ അനുദപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കണം? ആശ്രയം പഠിക്കും, അനുതാപം പഠിക്കും, പിന്നെ പഠിക്കുന്നത് എന്താണ്? ആശ്രയം പഠിക്കും, അനുതാപം പഠിക്കും, അത് കഴിഞ്ഞാൽ അനുസരണ പഠിക്കുക. അനുസരണയാണ് അവൻ പറയുന്നത് ചെയ്യാൻ സാധിക്കുക. നമുക്കൊക്കെ ബുദ്ധിമുട്ട് വരും. എനിക്കെന്താ വചനം പാലിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഭയങ്കര അത് ബുദ്ധിമുട്ടാണല്ലോ. അത് നമ്മൾ പഠിക്കുന്നത് അനുസരണ പഠിക്കണം. അത് അനുതാപം വഴിയേ നമുക്ക് കിട്ടുള്ളൂ. ദൈവത്തെ ആശ്രയിച്ചിരിക്കണം, ചേർന്ന് നിൽക്കണം, വിട്ടു പോകരുത്. നമുക്ക് ആവശ്യമുള്ള പോലെ നാളെ കുടുംബ പ്രാർത്ഥന ചൊല്ല, ഇല്ല മറ്റന്നാൾ ചൊല്ല, ബൈബിള് വായന ഇന്ന് വിട്ടുപോയില്ല നാളെ ചൊല്ലിക്കോളാം, ഇന്ന് കുറച്ച് വായിച്ചാൽ മതി, അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. അത് ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കണം, ആശ്രയിച്ചിരിക്കണം. എന്ത് കാര്യം വന്നാലും സങ്കടപ്പെടാതെ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുക, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തരിക. അത് കാലേ കയറി പിടിക്കുക. ദൈവത്തിൻ്റെ ഒറ്റ കാര്യമാണ് ദൈവത്തെ ആശ്രയിച്ചിരിക്കുക, അനുദപിക്കുക. അന്നന്ന് വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞമ്മ ചൊല്ലിയത് എല്ലാം ചൊല്ലി അനുദപിക്കണം. ദൈവമേ എൻ്റെ വാക്കാൽ നാവാൽ ഞാൻ പാപം ചെയ്ത്, ചിന്തയാൽ ഞാൻ പാപം ചെയ്ത്, മറ്റുള്ളവരോട് എനിക്ക് ദേഷ്യം തോന്നി, എനിക്ക് അവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുറിവുകൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കില്ല. മുറിവ് എനിക്ക് ഉണക്കി തന്നെ. പക്ഷേ അവരെക്കാൾ മോശമാണ് ഞാൻ ആരോടാണ് ദേഷ്യപ്പെടുന്നതോ അവർ എന്നോട് ചെയ്ത തെറ്റിനേക്കാളും ഞാൻ വളരെ മോശമാണ്. ദൈവമേ നിന്നെ നോക്കുമ്പോഴത്തേക്ക് നീ കൽപ്പിച്ചതൊന്നും ഞാൻ പാലിക്കാൻ സാധിച്ചിട്ടില്ല, ഞാൻ മോശമാണ്, ഞാൻ എൻ്റെ പാവം ഏറ്റുപറയാണ്, എന്നെ ശക്തിപ്പെടുത്തണേ ദൈവമേ, എന്നെ കൃപയാൽ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് ഞമ്മ അത് ചൊല്ലി അനുദപിക്കണം. ആശ്രയം, അനുതാപം. അപ്പം നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിക്കും ദൈവത്തെ. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കാൻ സാധിക്കും എപ്പോഴും. അത് തന്നെയാണ് ഉടമ്പടി ജീവിതം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്നതെല്ലാം, നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം നിൻ്റെ ആഗ്രഹം എന്താണെന്ന്. ദൈവം അത് നിനക്ക് തരും. അത് അങ്ങനെയാണ് നമ്മൾ സാക്ഷിയായിട്ട് ജീവിക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി അമ്മ. അമ്മ ഞങ്ങൾക്ക് അനുതാപം പഠിപ്പിച്ചു തന്നെ, ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണേ. അതുപോലെ ഞങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം, നീ എങ്ങനെയാണ് നിൻ്റെ മകനോട് ചേർന്ന് നിൽക്കുന്നതോ അതുപോലെ നിൻ്റെ കൂടെ, നിൻ്റെ മകൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ. ഞങ്ങളെ കൃപയാൽ നിറയ്ക്കണേ. ഞങ്ങളെ അനുസരണ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആ ബോധ്യം തന്നെ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളെ അനുവദിച്ച് തരുന്നത് ഞങ്ങൾ അനുദപിക്കാനും അനുസരണ പഠിക്കാനും പൂർണ്ണതയിലേക്ക് എത്തി നിൻ്റെ മകൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.